സൺഡേ ഈ സൺഡേ വെൽനസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാജി പുലാത്ത്. ഞാൻ ആം ഫ്രം കൊച്ചിൻ. അടുത്തൊരു ഹാഫ് ആൻ അവർ 30 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയമായിരിക്കും. കാരണം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വെറും ഒരു സപ്ലിമെന്റിനെ കുറിച്ചല്ല, മറിച്ച് നമ്മൾ ഓരോ മലയാളികളും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധിയെ എങ്ങനെ ശാസ്ത്രീയമായി മറികടക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, കേരളം ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളൊരു രോഗങ്ങളുടെ തലസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ രോഗങ്ങളുടെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളം എന്ന് പറയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്ന വേണം. ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് രോഗങ്ങളുടെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും ഒരു പുതിയ ജീവിതശൈലി രോഗം വന്നാൽ അത് ഒരുപക്ഷെ ആദ്യം ലാൻഡ് ചെയ്യുന്നത് കേരളത്തിലാണെന്ന് നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷെ ഇന്ന് അതൊരു തമാശയല്ല. നമ്മുടെ നാട്ടിലെ ഓരോ വീട്ടിലും ഒരു മെഡിക്കൽ ഫയലെങ്കിലും ഇല്ലാത്ത കുടുംബങ്ങൾ കുറവാണ്. പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ, മുട്ടുവേദന, ഇങ്ങനെ ആ, ഒരുപാട് രോഗങ്ങൾ നമ്മൾ ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത്. എന്നാൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ മുൻപന്തിയിലാണ്, ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ രോഗികളാകുന്നത്? യഥാർത്ഥത്തിൽ ഇതൊരു സോഷ്യോ ഇക്കണോമിക് ട്രാപ്പാണ്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ അവസാനം ആശുപത്രികൾക്ക് നൽകേണ്ടി വരും. ഇതിന് കാരണം നമ്മൾ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നു എന്നതാണ്. എന്നാൽ ഈ രോഗത്തിന് കാരണമാവുന്ന അതിന്റെ റൂട്ട് കോസസിനെ നമ്മൾ അവഗണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം, ഏകദേശം 37 ട്രില്യൺ കോശങ്ങളുണ്ട് എന്നതാണ് സയൻസ് പറയുന്നത്. ഈ കോശങ്ങൾക്ക് ദിവസേന ആവശ്യമുള്ള ന്യൂട്രിയൻസ്, ഇതിനെ 6 എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് പറയുക. 6 എസെൻഷ്യൽ ന്യൂട്രിയൻസ്: കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ. ഇത് കോശങ്ങൾക്ക് എല്ലാ ദിവസവും ആവശ്യം. 37 ട്രില്യൺ കോശങ്ങൾക്കും ഇത് ദിവസേന ലഭിച്ചേ മതിയാകും. ഇതിലേതെങ്കിലും ഒരു ന്യൂട്രിയൻസിൽ കുറവ് സംഭവിച്ചാൽ ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവും. ഇതെല്ലാം ഒരു 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 ഗ്രൂപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ അല്ല. അപ്പൊ നമുക്കറിയാം, വൈറ്റമിൻ എ, ബി, സി, ഡി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ ഒരു ന്യൂട്രിയന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ടെക്നോളജി, ഈവൻ AI പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും മൊബൈലിൽ ChatGPT അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി എന്നൊക്കെ പറയുന്ന അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ ചോദിക്കുക, മനുഷ്യ ശരീരത്തിൽ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന അതിപ്രധാന ന്യൂട്രീഷണൽ റേഷ്യോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT നമുക്ക് ഉത്തരം നൽകുന്നത് omega 6 to omega 3 റേഷ്യോ എന്നതായിരിക്കും. എന്താണ് omega 3 omega 6 റേഷ്യോ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള 6 പോഷക സംയുക്തങ്ങളാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വെള്ളം. ഇതിൽ ഡെഫിഷ്യൻസി വരുമ്പോൾ കോശങ്ങളുടെ പ്രവർത്തനം തകരാറിലാവും. ഇതല്ലാത്ത സാധനങ്ങൾ കോശങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ, അതായത് ടോക്സിക്കായ സാധനങ്ങൾ, ടോക്സിൻസ്, കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്ന ടോക്സിൻസ് നമ്മുടെ ഭക്ഷണത്തിലൂടെയും മറ്റു രീതിയിലൊക്കെ ശരീരത്തിലേക്ക് വരാം. അത്തരത്തിൽ ടോക്സിൻസിന്റെ ആധിക്യം മൂലവും കോശങ്ങളിൽ എന്ത് സംഭവിക്കാം? ഡാമേജ് സംഭവിക്കാം. അത് രോഗങ്ങൾക്ക് കാരണം. അപ്പൊ ഇത്തരത്തിൽ കോശങ്ങളിൽ വളരെ വലിയ അളവിൽ രോഗങ്ങൾ സൃഷ്ടിക്കുന്ന
അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയുന്ന ഒരു മെക്കാനിസത്തെ സൃഷ്ടിക്കുന്ന ഒരു അതിപ്രധാന ന്യൂട്രീഷണൽ റേഷ്യോ ആണ് omega 6 to omega 3 റേഷ്യോ. ഈ 37 ട്രില്യൺ കോശങ്ങളും നിർമ്മിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് ഈ കോശങ്ങളുടെ മെംബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്ന ഫാറ്റി ആസിഡുകളാണ് omega 3 ആൻഡ് omega 6. അതായത് ഈ കോശങ്ങൾ നമുക്കറിയാം, നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കോശങ്ങളെല്ലാം തന്നെ ഒരു ദിവസം നമ്മുടെ ശരീരത്തിനകത്ത് 300-400 ബില്യൺ കോശങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പഴയ കോശങ്ങൾ ഇല്ലാതായി പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഈ പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടാനും കോശങ്ങളുടെ സെൽ മെംബ്രെയിൻ നിർമ്മിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കൊഴുപ്പിനെയാണ്, അതായത് നല്ല കൊഴുപ്പിനെയാണ് നമുക്ക് ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുക, അതായത് omega 3, omega 6. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ രണ്ടിന്റെയും അനുപാതം തുല്യമായിരിക്കുക എന്നതാണ് യഥാർത്ഥ ഒരു വാല്യൂ. omega 3 ആൻഡ് omega 6ന്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇത് 3:1 അതിൽ താഴെയോ ആണ് ആയിരിക്കേണ്ടത്. ഇവിടെ omega 6 എന്ന് പറയുന്നത് ഒരു പ്രോ ഇൻഫ്ലമേറ്ററി ഫാറ്റി ആസിഡ് ആണ്, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. omega 3 എന്നത് ആ ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കുന്നതുമാണ്. അതൊരു തീയും വെള്ളവുമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അപ്പൊ നമ്മുടെ ഒരു പൂർവികരുടെയൊക്കെ കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മുൻപത്തെ ജനറേഷൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അനുപാതം 1:1 ആയിരുന്നു, 1:1 ആയിരുന്നു. എന്നാൽ ഇന്ന് ശരാശരി മലയാളിയുടെ ശരീരത്തിൽ ഈ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇത് 25:1, 30:1 ഒക്കെയാണ്. ഇന്ത്യൻ ആവറേജ് ഏകദേശം 7,000-ഓളം ടെസ്റ്റുകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 47:1 ആണ്. അതായത് നമ്മുടെ ഓരോ കോശത്തിനുള്ളിലും ഒരു അഗ്നിപർവ്വതം പുകയുന്നു എന്നതാണ് അതിനർത്ഥം. അതായത് ഈ സൈലന്റ് ഇൻഫ്ലമേഷനെ നമുക്കൊരു വോൾക്കാനോ, ഒരു അഗ്നിപർവ്വതമായിട്ട് കണക്കാക്കാം. ഈ കോശങ്ങളിൽ ഉണ്ടാവുന്ന ഈ ഇൻഫ്ലമേഷൻ, ഈ ഈ ഈ ഒരു നീർക്കെട്ടിനെ, ക്രോണിക് ഇൻഫ്ലമേഷൻ, ഇത് പതിയെ ടിഷ്യൂ ഡാമേജ് ആക്കും, ഓർഗൻ ഡാമേജ് ആക്കും. അപ്പോഴാണ് നമ്മൾ ഇത് അസുഖങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ വീടിന്റെ ജനലുകളും വാതിലുകളും അതൊക്കെ അതെല്ലാം തുരുമ്പെടുത്ത് തുറക്കാനൊന്നും പറ്റാത്തൊരു സംഭവം, ഒരു അവസ്ഥയിലാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് അടഞ്ഞു പോയാൽ പിന്നെ എന്താ സംഭവിക്കുക? നമുക്ക് ഉള്ളിലേക്ക് വായു വരില്ല, അല്ലെങ്കിൽ അകത്തെ മാലിന്യം പുറത്തു പോവില്ല. വാതിലും ജനലൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാനും സാധിക്കില്ല, പുറത്ത് കടക്കാനും സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കോശങ്ങളിൽ സംഭവിക്കുക. അപ്പൊ നമ്മുടെ കോശങ്ങളുടെ മെംബ്രെയിൻ കട്ടിയാവുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന പോഷകങ്ങൾ ഇത് കോശങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കില്ല. ഈ സമയത്ത് പലപ്പോഴും നമ്മൾ വലിയ വില കൊടുത്ത് നമ്മൾ വില കൂടിയ വിറ്റാമിനുകളോ മരുന്നുകളോ എല്ലാം കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും കോശങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കില്ല. കോശങ്ങൾക്കുള്ളിലുള്ള ടോക്സിൻസിനെ കോശങ്ങൾക്ക് പുറന്തള്ളാനും സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഇതാണ് ഇന്ന് നമ്മൾ നോക്കുന്ന ക്യാൻസർ മുതൽ കിഡ്നി രോഗങ്ങൾ വരെ എല്ലാ രോഗങ്ങളുടെയും ഈ ഒരു നീളുന്ന പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഇതാണ്. കോശങ്ങൾക്കുള്ളിലുള്ള ഈ ഒരു കേടുപാടുകളാണ്. ഇതിന് നമുക്ക് എങ്ങനെ മറികടക്കാം? ഈ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ, ഈ ഒരു എന്താ പറയാ അഗ്നിപർവ്വതം പുകയുന്നതിനെ ഇല്ലാതാക്കണമെങ്കിലും കോശങ്ങളുടെ ആ ഒരു ദ്രവ്യത, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, അത് നിലനിർത്തണമെങ്കിലും നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഈ omega 6 to omega 3 റേഷ്യോ ഒരു 3:1 അല്ലെങ്കിൽ അതിൽ താഴേക്ക് നമ്മൾ കൊണ്ടുവന്നേ പറ്റും. വേറെ യാതൊരു നിവൃത്തിയില്ല. കാര്യം അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് നമുക്ക് സെൻസിനോ കമ്പനിയുടെ ഒരു ഹെൽത്ത് പ്രോട്ടോകോൾ ഇതൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു പരിഹാരമാവുന്നു. നമ്മൾ വെറുതെ ഇരുട്ടിൽ തപ്പുമല്ല, ഒരു രോഗം വന്ന് അതിനെ മാനേജ് ചെയ്യുമല്ല. ഓക്കെ, കൃത്യമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്നത് അതാണ്, ഒരു ബ്ലഡ് സ്പോട്ട് ടെസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുക്കുക. ഇതെടുത്ത് നമ്മൾ ഈ ലാബിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ omega 6 to omega 3 റേഷ്യോ, സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, കോശങ്ങളുടെ പ്രൊട്ടക്ഷൻ വാല്യൂ തുടങ്ങി ഒരു 6ഓളം മാർക്കേഴ്സ് കൃത്യമായിട്ട്, അതായത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി, ഇൻസൈഡ് അവർ സെൽസ് സ്പെസിഫിക്കലി സേസ്. ഇത് നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു ഊഹിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗസ് വർക്ക് അല്ല. ഇത് ശാസ്ത്രീയമായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഇറ്റ്സ് എൻ എവിഡൻസ് ബേസ്ഡ് പ്രോട്ടോകോൾ.
ഈ ടെസ്റ്റ് ചെയ്യുന്നതും ലോകത്തിലെ ഏറ്റവും വളരെ വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉള്ള ഓസ്ലോ സയൻസ് പാർക്കിലുള്ള വിറ്റാസ് അനലിറ്റിക്കൽ സർവീസസ് എന്ന് പറയുന്ന ഒരു ലാബാണ്. ലോകോത്തര സംവിധാനത്തിലാണ്. ഓക്കെ, അതൊരു തേർഡ് പാർട്ടി ലാബാണ്. ലോകത്തിൽ സിൻസിനോ മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുതൽ ഒളിമ്പിക് കമ്മിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ, ലോകോത്തര യൂണിവേഴ്സിറ്റികൾ, ഇവരെല്ലാം ആ, ആശ്രയിക്കുന്ന ഒരു സയന്റിഫിക് റിസർച്ച് ലബോറട്ടറിയാണ് വിറ്റാസ് അനലിറ്റിക്കൽ ലാബ്. അപ്പൊ ഇവിടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ഈ റേഷ്യോ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല, ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സിൻസിനോ കമ്പനി തന്നെ 100-ലധികം രാഷ്ട്രങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഈ ടെസ്റ്റ് വരുന്നത് ഈ ലാബിലേക്കാണ്. ഇന്ന് ഇതൊരു ലോകോത്തര പ്രശ്നമാണ്. 97% ആളുകളും ഈ പറയുന്ന റേഷ്യോ ഒരു അൺബാലൻസ്ഡ് റേഷ്യോയിലാണ്. കാരണം നമ്മുടെ നിലവിലെ ഭക്ഷണ രീതി തന്നെയാണ്. അപ്പൊ ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആദ്യം അറിയേണ്ടത്. നിങ്ങളുടെ ശരീരത്തിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് റേഷ്യോ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബാലൻസ് സ്കോർ, അതായത് സെല്ലുകളുടെ പ്രവർത്തനം, ഒരു സെല്ലുലാർ ഹെൽത്ത് അസസ്മെന്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ആ ഒരു ഹെൽത്ത് സ്കോർ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് അൺബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് സിൻസിനോ കമ്പനി പറയുന്ന ഒരു സൊല്യൂഷൻ. അവർ പറയുന്നത് വി ക്യാൻ ബ്രിങ് യു ബാക്ക് ഇൻ ടു ബാലൻസ് ഇൻ 120 ഡേയ്സ് എന്നാണ്. അതായത് 120 ദിവസത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാം. അതായത് ഇപ്പൊ ബ്രെയിൻ, ഇപ്പൊ കോശങ്ങൾ ബാലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായി? ടിഷ്യൂ ബാലൻസ്ഡ് ആയി. ടിഷ്യൂസ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഓർഗൻസ് ബാലൻസ്ഡ് ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ ഹാർട്ടിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാം, ലിവർ, കിഡ്നി, ജോയിന്റ്സ്, സ്കിൻ, ഹെയർ തുടങ്ങി നമ്മുടെ എല്ലാ ബോഡി ഫങ്ഷൻസും നമുക്ക് നോർമലിലേക്ക് കൊണ്ടുവരാം ഇൻ 120 ഡേയ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്? ഇപ്പൊ സിൻസിനോ കമ്പനി ഒരു വലിയൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ്, ഒരു ലോകോത്തര റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഒരുപാട് സയന്റിസ്റ്റുകളുടെ ഒരു പാനൽ തന്നെയാണ്. അവര് ഇന്ത്യയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോർമുലേഷൻ ആണ്, ഒരു ന്യൂട്രീഷണൽ ബ്ലെൻഡ് ആണ് ബാലൻസ് ഓയിൽ. ഇതാണ് ഇതിന്റെ ഒരു പരിഹാരം. ഇന്ന് നമുക്കറിയാം ഫിഷ് ഓയിൽ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഒമേഗ 3 ക്യാപ്സ്യൂളുകൾ ഒരുപാടുണ്ട്. ഇന്ന് വിപണിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വലിയൊരു മാർക്കറ്റാണ്. $12 ബില്യൺ സൈസിലുള്ള ഒരു മാർക്കറ്റാണ് ഒമേഗ 3 മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ, ഈ വിപണിയിലെ 99% ഫിഷ് ഓയിലുകളും ശരീരത്തിൽ എത്തുന്നതിന് മുൻപേ കേടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്സിഡൈസ്ഡ് ആവുന്നു. എന്നാൽ സിൻസിനോ കമ്പനിയുടെ ബാലൻസ് ഓയിൽ ഇതൊരു പ്രീമിയം, ഒരു സ്പെഷ്യലൈസ്ഡ് ബ്ലെൻഡ് ആണ്. ഇതില് ഫിഷ് ഓയിൽ ഒമേഗ 3യോടൊപ്പം സ്പെയിനിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള പച്ച, അതായത് പഴുക്കാത്ത പച്ച ഒലീവ് ഓയിലിലെ, ഒലീവ് പഴങ്ങളിലെ പോളിഫിനോളുകൾ, അതായത് ഈ പോളിഫിനോൾ വളരെ റോ ഒലീവ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ പോളിഫിനോൾസ് ആണ് ഇതിൽ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ EPA DHA എന്നൊക്കെ പറയുന്ന ഒമേഗ 3 ഘടകങ്ങൾ ഓക്സിഡൈസ് കേടാവാതിരിക്കുന്നതിനും നമുക്ക് ശരീരത്തിൽ അത് കൃത്യമായിട്ട് ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരിക്കലും ഇത് ഏകദേശം ഇവരൊരു സ്റ്റഡി 35 മണിക്കൂറിലധികം 70 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇത് എക്സ്പോഷർ വന്നിട്ട് പോലും ഇത് ഓക്സിഡൈസ്ഡ് ആയിട്ടില്ല. അത്രമാത്രം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലെൻഡ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോഷകങ്ങളെ ഇത് സുരക്ഷിതമായി നിലനിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ റീസെറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ബാലൻസ് ഓയിൽ. ഇതിനകത്ത് ഏകദേശം ഒരു 10-20ഓളം ന്യൂട്രിയൻസ് ഉണ്ട്. എല്ലാം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ പോലെയുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതിന് ഇപ്പോൾ കമ്പനി പറയുന്നതോ നമ്മൾ പറയുന്നതോ മാത്രമല്ല, ഇതിനെല്ലാം ഓരോ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിന്റെ സർട്ടിഫിക്കേഷൻസ് നോക്കണം. അത് മാത്രമല്ല, ഈ സർട്ടിഫിക്കേഷൻസ് ആരാണ്, എന്താണ്, ഈ സർട്ടിഫിക്കേഷൻസിന്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കണം. ഇപ്പൊ ഈ ഒരു സിൻസിനോ പ്രൊഡക്റ്റ് ഫോർമുലേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് ഓഫ് ദ സീ, അല്ലെങ്കിൽ മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ, ഇൻഫോംഡ് ചോയ്സ് ആൻഡ് ഇൻഫോംഡ് സ്പോർട്ട്, കൊളോൺ ലിസ്റ്റ്, വീഗൻ സൊസൈറ്റി, ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, കോഷ്യസ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് സർട്ടിഫിക്കേഷൻസ്, ലോകോത്തര ക്വാളിറ്റി കൺട്രോൾ, അതായത് ഒരു ഹയസ്റ്റ് ക്വാളിറ്റി കൺട്രോളിലാണ് ഈ പ്രൊഡക്റ്റ് ഫോർമുലേഷൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്.
ഓക്കെ. ഇതെല്ലാം ഇപ്പോ ഒളിമ്പിക്സിൽ ഇപ്പൊ ഇൻഫോംഡ് ചോയ്സ് അല്ലെങ്കിൽ ഇൻഫോംഡ് സ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഒളിമ്പിക്സിൽ ഇന്റർനാഷണൽ സ്പോർട്സിലൊക്കെ അവർ ഇതൊക്കെയാണ് നോക്കുക. അതായത് അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള ഘടകങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങളോ അൺനാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻസ്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലും എടുക്കാം. നമുക്കൊരു 6 മന്ത്സ് മുതൽ, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു അഡ്വാൻറ്റേജ്. ഒരു ഏജ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എല്ലാ എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത് നമുക്ക് വേണം. 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് 100 വയസ്സ് വരെയുള്ള ആളുകൾക്കും ഒക്കെ ഇത് കൊടുക്കാം. പ്രത്യേകിച്ച് നമുക്കിത് ആ, കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മെറ്റേണിറ്റി പീരീഡിൽ ഇപ്പൊ ഗർഭിണികളാണെങ്കിൽ പാല് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ ഒക്കെ ഇത് വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കണമെങ്കിൽ ശരീരത്തിൽ ഇത് ലഭിച്ചേ പറ്റൂ. ഇതൊരു ഓപ്ഷണൽ അല്ല, നമുക്കിത് ലഭിച്ചേ പറ്റൂ. ഇത് 18ഓളം ഇതിന്റെ ഹെൽത്ത് ക്ലെയിംസ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇത് ശരീരത്തിന് ആരോഗ്യപരമായ കാരണങ്ങൾക്ക് ഇത് ആവശ്യമാണ് എന്നത് ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. അതായത് ബ്രെയിൻ ഫംഗ്ഷനെ നോർമലാക്കുന്നതിനും ഹാർട്ടിന്റെ ഫംഗ്ഷൻ നോർമലാക്കുന്നതിനും ഇമ്മ്യൂൺ ഫംഗ്ഷൻ, വിഷൻ, ടീത്ത്, ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ഇൻഫാൻസ്, അതായത് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഒക്കെ ഇത് വേണം. ഇന്നിപ്പോ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമുക്ക് ഈ ഓട്ടിസം അല്ലെങ്കിൽ ഈ ബർത്ത് ന്യൂ ബോൺ ബേബീസിനുണ്ടാവും ജനിതക പ്രശ്നങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിന്റെയൊക്കെ ഒരു യഥാർത്ഥ കാരണം ഇതാണ്. നമുക്ക് ഇത് ഈ ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ബ്രെയിൻ സെൽസിലാണെങ്കിലും ഹാർട്ടിന്റെ ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാം. അതുപോലെ പ്രായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബ്ലഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽസ് നോർമൽ ആവുന്നതിന്, ബ്ലഡ് പ്രഷർ നോർമൽ ആവുന്നതിന്, ഐ ഡെവലപ്മെന്റിന്, ബ്ലഡ് കൊളസ്ട്രോൾ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലേഷൻ ആണ്. നാച്ചുറലി നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിനേക്കാളൊക്കെ ഉപരി നമുക്കിതൊരു 4 മാസത്തിനുള്ളിൽ 120 ദിവസത്തിനുള്ളിൽ ഇത് നമുക്കൊരു നോർമൽ നമ്മുടെ റേഷ്യോ നമുക്ക് ബാലൻസ്ഡ് റേഷ്യോയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ഒരു ഡാറ്റ ബേസ്ഡ് ആയിട്ട്, പ്രൂഫ് ബേസ്ഡ് ആയിട്ട് ഇന്ന് ലോകത്തിൽ വേറെ ഒരു സംവിധാനവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ നേരത്തെ പറഞ്ഞു 99% മാർക്കറ്റിൽ ലഭിക്കുന്ന ഒമേഗ 3 സപ്ലിമെന്റ് നിങ്ങൾ വാങ്ങി കഴിച്ചാലും 4 മാസം പോയിട്ട് 40 മാസം കഴിഞ്ഞാലും നമുക്കിത് ബാലൻസിലേക്ക് വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞങ്ങൾ ഓൾറെഡി വി ഹാവ് ബീൻ ടെസ്റ്റഡ് ദിസ്. ഇപ്പൊ 10-20 വർഷമായിട്ട് സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുന്ന ആളുകളെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ടും ഇത് റേഷ്യോ 20:1, 25:1 ഒക്കെയാണ്. എന്ന് വെച്ചാൽ വളരെ അപകടകരമായ റേഷ്യോയിലാണ്. ഈ റേഷ്യോ നിലനിർത്തിക്കൊണ്ട് നമുക്ക് രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനോ പ്രിവെന്റ് ചെയ്യുന്നതിനോ റിക്കവർ ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ. സോ ദിസ് ഈസ് വാട്ട് ദ ഫസ്റ്റ് പ്രോട്ടോകോൾ. അതായത് ഹെൽത്ത് പ്രോട്ടോകോളിൽ വരുന്ന ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ബാലൻസ് കോൺസെപ്റ്റ്. നമ്മുടെ കോശങ്ങളുടെ ഒരു ബാലൻസിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരിക. രണ്ടാമത്തെ ഹെൽത്ത് പ്രോട്ടോകോളിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് ആണ്. ഓക്കെ. അതായത് റീച്ചിങ് എ ബാലൻസ് ബിറ്റ്വീൻ omega 6 to omega 3 റേഷ്യോ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഫീൽ ഗുഡ്, സ്റ്റേ ഫിറ്റ് ആൻഡ് ബി ഹെൽത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ്. അതായത് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ 80% നമ്മുടെ ഗട്ടിലാണ്. അതായത് നമ്മുടെ ഗട്ടിനകത്ത്, നമ്മുടെ വയറിന്റെ ഉള്ളിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയാസ്. നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ ബ്രെയിൻ എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വെയിറ്റിലുള്ള ബാക്ടീരിയകൾ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ബാക്ടീരിയകളിൽ നമുക്ക് നല്ല ആൾക്കാരും ഉണ്ട്, മോശം ആൾക്കാരും ഉണ്ട്. ഓക്കെ. ടെററിസ്റ്റുകളും ഉണ്ട്. അപ്പൊ ഇതിൽ നല്ല ആളുകളാണ് നമുക്ക് വേണ്ടത്. ഈ നല്ല ആളുകൾ ഗ്രോ ചെയ്യണമെങ്കിൽ, അവരവിടെ ത്രൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഭക്ഷണം വേണം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു 6 ന്യൂട്രിയൻസിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇത് കോശങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഈ ബാക്ടീരിയ പ്രോബയോട്ടിക്സിന് ആവശ്യമുള്ള പോഷകം എന്ന് പറയുന്നത് ഫൈബർ ആണ്. അതിന് പ്രീബയോട്ടിക് എന്നാണ് പറയുക, പ്രീബയോട്ടിക്സ് ഫൈബർ. ഇതും നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് കിട്ടുക. ഡെയിലി നമുക്കൊരു 30-40 ഗ്രാം ഒക്കെ വേണം. പക്ഷെ നിലവിലെ ഭക്ഷണ രീതിയിൽ നമുക്ക് ഈ ഫൈബർ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയ ഇല്ലാതാവുകയാണ്. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നു. ഇതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഗട്ട് ബാക്ടീരിയ ആക്റ്റീവ് ആണോ, അവരെന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ കഴിക്കുന്ന ഭക്ഷണത്തെ എന്തായി
പോസ്റ്റ് ബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെറ്റബിളൈറ്റ്സ് ആയിട്ടാണ് ഇത് ഭക്ഷണത്തെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ശരീരത്തിലേക്ക് നൽകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം നമുക്കൊരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഈ ഒരു ഗട്ട് ബാക്ടീരിയ നിലനിർത്തുന്നതിനും അല്ലെങ്കിൽ അതിനെ ത്രൈവ് ചെയ്യിപ്പിക്കുന്നതിനും ഗട്ട് ഹെൽത്ത് ഫിക്സ് ചെയ്യുന്നതിനുമായിട്ട് നമ്മൾ സിൻസിനോ ഇപ്പൊ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള, ഇപ്പൊ ഈ മാസം മുതലാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സിനോബയോട്ടിക് എന്നാണ് പറയുക. ഇതൊരു ന്യൂട്രിയൻ ബ്ലെൻഡ് ആണ്, അത് ഫൈബർ ബ്ലെൻഡ് ആണ്. ഒരു 8ഓളം പ്രീബയോട്ടിക് ഫൈബറിന്റെ ഒരു ബ്ലെൻഡ് ആണ്. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഒരു 1-2 സ്കൂപ്പ് നമ്മൾ ഭക്ഷണത്തോടൊപ്പമോ ഭക്ഷണത്തിന് മുമ്പായിട്ടോ വെള്ളത്തിൽ കലക്കി ഇത് കഴിക്കുക എന്നുള്ളതാണ്. ബാലൻസ് ഓയിൽ നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമാണ്. ഭക്ഷണത്തോടൊപ്പമോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമോ കഴിക്കുക. സിനോബയോട്ടിക് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു ഒരു 100-150 ml നമുക്ക് ഒരു സ്കൂപ്പ് എടുത്ത് അല്ലെങ്കിൽ 200 ml വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യുക, കഴിക്കുക. ഓക്കെ, ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഗട്ട് ബാക്ടീരിയ ത്രൈവ് ചെയ്യും. ആ, അതിന് നമ്മുടെ ഒരു ഡൈജഷൻ മാത്രമല്ല, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഫാറ്റ് റെഗുലേഷൻ, ലിപ്പിഡ് റെഗുലേഷൻ, അതോടൊപ്പം തന്നെ നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റി, ഇതെല്ലാം കറക്റ്റ് റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത് രണ്ടും ഒരു നല്ലൊരു മാജിക്കൽ കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ വളരെ ഞാൻ എന്താ പറയാ, മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 2 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് രോഗം വരുന്നത് വരെ കാത്തിരിക്കുക, എന്നിട്ട് ഉണ്ടാക്കിയ പൈസയെല്ലാം നമ്മൾ ആശുപത്രികളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു ഇംബാലൻസ് നമ്മൾ ഇപ്പൊ തന്നെ തിരിച്ചറിയുക, അത് നമ്മൾ തിരുത്തുക, അത് കറക്റ്റ് ആക്കുക. ഇപ്പൊ നമ്മൾ ഒരു വണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ഒരു പഴയ ഒരു കാറിന്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ പോലും പലപ്പോഴും സ്വന്തം ശരീരത്തിന് നൽകാറില്ല എന്നുള്ളതാണ് നമ്മൾ യാഥാർത്ഥ്യം. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറ്റിയാൽ കാർ ഓടും, പക്ഷേ നമ്മുടെ ബ്ലഡിൽ ഈ ഒരു ബാലൻസ് മാറ്റിയാൽ മാത്രമേ നമ്മുടെ ഈ വണ്ടി ഓടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക സ്പോർട്സ് പ്രൊഫഷണൽസും, ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും ആൾക്കാരല്ല, നൂറുകണക്കിന് സ്പോർട്സ് പ്രൊഫഷണൽസ് ഇന്ന് സിൻസിനോന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ്. ഈ ബ്രാൻഡ് അംബാസഡേഴ്സ് ആവുന്നത് ഇവരാരും തന്നെ പണം സ്വീകരിച്ചുകൊണ്ടല്ല. ബ്രാൻഡ് അംബാസഡേഴ്സ് ആവുന്ന ഇവരെല്ലാം സിൻസിനോ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ബ്രാൻഡ് അംബാസഡേഴ്സ് ആവുമ്പോൾ അവർക്ക് കോംപ്ലിമെന്റ് ആയിട്ടൊക്കെ പ്രൊഡക്ട്സ് കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ്, ആരോഗ്യത്തിന്റെ ഒരു നിയന്ത്രണം നമ്മുടെ കൈകളിലേക്ക് എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് സിൻസിനോ. ഇത് ഇന്ന് 100-ലധികം രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ സിൻസിനോ ഓപ്പറേഷനിലാണ്. മോർ ദാൻ 100 countries they have ഡെലിവറി ഓപ്പറേഷൻസ്. നിങ്ങൾ സിൻസിനോ കമ്പനി ഈസ് ഫ്രം സ്വീഡൻ. ഈ പ്രൊഡക്ട്സ് എല്ലാം വരുന്നത് സ്വീഡനിൽ നിന്നാണ്. മാനുഫാക്ചർ എന്നൊക്കെ പറയുന്നത് നോർവേ, ഐസ്ലാൻഡ്, സ്പെയിൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിലാണ്. പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഓക്കെ, ഈ സെഷന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളോട് ഈ ബാലൻസ് ടെസ്റ്റിനെ കുറിച്ച് ചോദിക്കുക എന്നതാണ്. ഈ ടെസ്റ്റിന് എങ്ങനെയാണ് ടെസ്റ്റ് എടുക്കേണ്ടത് എന്ന് ചോദിക്കുക. ആൻഡ് യു ഫോളോ ദ ബാലൻസ് കോൺസെപ്റ്റ് ഹെൽത്ത് പ്രോട്ടോകോൾ. ഒരു 120 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാറ്റം നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ്. ഒരു ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ കാത്തിരിക്കരുത്. രോഗലക്ഷണങ്ങൾ, സിംറ്റംസ് ഉണ്ടാവുന്നത് വരെ നമ്മൾ കാത്തിരിക്കരുത്. നമ്മൾ വിവേകത്തോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ ഒരു ഹെൽത്ത് സ്കോർ എന്താണ്, സെല്ലുലാർ ഹെൽത്ത് ബാലൻസ് എന്താണ് എന്നത് നമ്മൾ ഇന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിത് മെഷർ ചെയ്യുക, അത് മനസ്സിലാക്കുക, അത് ഫിക്സ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ദെൻ ആരോഗ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. ഇത് നമ്മളോടും നമ്മളുടെ കുടുംബത്തോടും സമൂഹത്തോടും നമ്മുടെ രാഷ്ട്രത്തോടും ഒക്കെയുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്, ഉത്തരവാദിത്തമാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ കെയർഫുള്ളി. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഇന്ന് ആരൊക്കെയാണ്, ഞങ്ങൾ 1-2 ആഴ്ചയായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ബ്രേക്ക് ആയിരുന്നു, കാര്യം ടൂറിലൊക്കെ ആയിരുന്നതുകൊണ്ട്. അപ്പോ ഇന്ന് ആരൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു ടെസ്റ്റിമോണിയൽ, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെ ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. കുറച്ച് ആളുകൾ ഉണ്ട്, എനിക്കറിയാം.
അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ അതും ഷെയർ ചെയ്യാം. ആ, അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച വിഷയത്തിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ കം ഫോർവേഡ് ആൻഡ് ആസ്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സാർ. ടെസ്റ്റിനെ കുറിച്ചാണ് സാർ ചോദിക്കാനുള്ളത്. പറയൂ സാർ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ടെസ്റ്റ് ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, പക്ഷെ അതിന്റെ ചാർജ് എങ്ങനെയാണ്, എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അറിയേണ്ടത്. നമുക്ക് ഇതിനകത്ത് രണ്ട് തരത്തിലാണ് ടെസ്റ്റ്. ശരിക്ക് യഥാർത്ഥത്തിൽ നമുക്കൊരു ടെസ്റ്റിന് ഏകദേശം ഒരു ടെസ്റ്റിന് നമുക്കൊരു 4000 ചില്ലാൻ രൂപയാണ് വരിക. പക്ഷെ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ രണ്ട് ഓപ്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട്. ഒരു കസ്റ്റമർ ഓപ്ഷനും ഉണ്ട്, പാർട്ട്ണർ ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ ഒരു കസ്റ്റമർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ടെസ്റ്റ് വാങ്ങുവാണെങ്കിൽ നമുക്കൊരു ഒരു ടെസ്റ്റും ഒരു ഓയിലും കൂടി നമുക്ക് 12,000 ഏകദേശം 13,000 റുപ്പീസ് കോസ്റ്റ് വരും, ഇനീഷ്യൽ കോസ്റ്റ് വരും. ദെൻ ഇതിന്റെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് 4 മാസമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ടെസ്റ്റും ഒരു ഓയിലും കൂടി നമ്മൾ 13,000 റുപ്പീസിന് വാങ്ങുന്നു. പിന്നീട് നമുക്ക് ഓരോ ഓയില് ഒരു മാസത്തേക്ക് കോസ്റ്റ് വരെ 4,600 രൂപയാണ്. അത്തരത്തിൽ നമ്മൾ 4 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ടെസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് വരും. ഓക്കെ. ഇപ്പൊ ഒരു ബിഫോർ ആഫ്റ്റർ ടെസ്റ്റ് ആണ്, നമുക്ക് 2 ടെസ്റ്റാണ് ലഭിക്കുക. അപ്പോ ആ രീതിയിൽ നമ്മൾ വരുമ്പം ടെസ്റ്റിന് ഏകദേശം നമുക്കൊരു 4,000 റുപ്പീസ് ഒക്കെ ആയിരിക്കും നമുക്ക് കോസ്റ്റ് വരിക. ഓക്കെ സാർ. ശരി, ഓക്കെ. അത് ഓയിൽ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഡെയിലി ബോഡി വെയിറ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു കിലോഗ്രാം വെയിറ്റിന് 0.15 ml എന്നുള്ള രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു 70 കിലോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 10 ml അത് ദിവസേന ഒരു പ്രാവശ്യമായിട്ടോ 2 പ്രാവശ്യമായിട്ടോ കഴിക്കാം. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു 5 ml ഇപ്പോൾ 10 ml ആണ് നമുക്ക് വേണ്ടതെങ്കിൽ 5 ml വീതം രാവിലെയും വൈകിട്ടും ഭക്ഷണശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. യെസ് പ്രസാദ് സർ. ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം സാർ. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. സാർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണോ അതോ സാറിന്റെ സ്റ്റോറി ഷെയർ ചെയ്യണം? അല്ല, ഞാൻ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ശരി, സാർ ഒന്ന് പറയൂ. വെൽക്കം. ഡ്യൂറിങ് ഐ എം 75, 75 വയസ്സുണ്ട്. ഓക്കെ. ഈ അടുത്ത നാളില് എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വന്നായിരുന്നു. ഓക്കെ. അപ്പോ അങ്ങനെ വന്നപ്പോ നമ്മള് പെട്ടെന്ന് ഓർത്തിയാണല്ലോ കാണിക്കുക. ഞാൻ ഹോമിയോ ഡോക്ടർ ആണെങ്കിലും പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേന്. ഹലോ, കേൾക്കുന്നില്ലേ സാറേ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. അപ്പോ ഓർത്തോ പോയി കണ്ടു. അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 10 ദിവസത്തെ മെഡിസിൻ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ. ഒരു ഗുണവും കിട്ടിയില്ല. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി പറഞ്ഞ MRI എടുക്കണം. അങ്ങനെ MRI എടുത്തപ്പോ ടെസ്റ്റ് റിപ്പോർട്ട് വന്നത് ഇസ്കീമിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ബ്രെയിനിലെ ഇസ്കീമിയ. മനസ്സിലായി. രണ്ടാമത് ഈ 3ഉം 4ഉം കശേരുക്കളിലും ഇത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീരെ നടക്കാൻ വയ്യ. അപ്പൊ ഞാന് നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റം അനുസരിച്ച് നമ്മൾ അലോപ്പതി പോകാൻ തീരുമാനിച്ചില്ല. ന്യൂറോയുടെ ഒരു അഭിപ്രായം എടുക്കാൻ വിചാരിച്ച് ന്യൂറോയെ കണ്ടിരുന്നു ഞാൻ. അപ്പം പുള്ളിയും പറഞ്ഞ് കുറച്ചാൾ മരുന്ന് കഴിക്കണം, ഹോസ്പിറ്റലിൽ കിടക്കണം, വളരെ എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ നമ്മുടെ മെഡിസിനിലേക്ക് തിരിഞ്ഞു, ഹോമിയോപ്പതി. അങ്ങനെ ഹോമിയോപ്പതി ഈ മെഡിസിൻ സിംപ്റ്റോമത്തോളജിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് അതിന്റെ മെഡിസിൻ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള റെപ്പർട്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു മാർഗം ഉപയോഗിച്ചിട്ടാണ് മരുന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനുള്ള ശ്രമത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഇതിനകത്തുള്ള ബിനുസാറില്ലേ, ബിനുസാർ, എറണാകുളത്തുള്ള ബിനുസാറ് എന്റെ നമ്പർ ആരോ കൊടുത്തിട്ട് എന്നെ വിളിക്കുകയാണ്. 9-ാം തീയതിയാണ് വിളിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന പോലെ കണ്ടീഷൻ ഇരിക്കുകയാണ്. കാരണം ഞാൻ എന്റെ ട്രീറ്റ്മെന്റില് 45 വർഷം മെഡിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ആ മേഖലയിൽ തുടങ്ങിയപ്പോൾ മുതലേ ഈ സപ്ലിമെന്റ് ഉപയോഗിച്ച് വരുന്ന ഒരു ശീലം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ അതിന് ശ്രമിക്കുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളത്.
എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഹോമിയോ മെഡിസിൻ ആണ് ഇപ്പം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അലോപ്പതിയിൽ പോകുന്നില്ല. കാരണം എനിക്കൊരു അനുഭവം ഉണ്ട്, എൻ്റെ വൈഫിന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഡോക്ടറെ രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും ഡോക്ടറെ, അവിടെ വെയിറ്റ് ചെയ്യുക, ഞാൻ നാളെ രാവിലെ ഡോക്ടറെ വന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഇദ്ദേഹം എന്നെ വന്ന് കണ്ടു. പിറ്റേ ദിവസം 10-ാം തീയതി ഒരു 12 മണിക്ക് പുള്ളി കണ്ണൂർ വന്ന് എന്നെ നേരിട്ട് കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. എൻ്റെ ടെസ്റ്റ് എടുത്തു. 4 ബോട്ടിൽ ഞാൻ മേടിച്ച് കഴിക്കാൻ തുടങ്ങി. ഇപ്പോ 2 ബോട്ടില് കഴിഞ്ഞ് 3-ാമത്തെ ബോട്ടില് ഒരു 2 ദിവസമായി ഉപയോഗിക്കും. ഞാൻ ഒരു നേരം ഉപയോഗിക്കുന്നത് 15 ml ആണ്, രാവിലെ രാത്രി. എനിക്കിത് കഴിച്ചു തുടങ്ങി ഒരു 3 ദിവസം കഴിച്ചപ്പം തന്നെ എൻ്റെ ഈ കാലിന്റെ വെയിറ്റ് കുറഞ്ഞു. അതുപോലെ തന്നെ ഭയങ്കര മരവിപ്പുണ്ടായിരുന്നു, അത് കുറഞ്ഞു വന്നു. ഒരു 10 മീറ്ററൊക്കെ നടക്കാം. ഒരു 50 മീറ്റർ 100 മീറ്ററൊക്കെ നടക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിന്നു, പിന്നെ ഒരു ചോട് വെക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ നിന്ന് ചെറിയൊരു മാറ്റം, 3 ദിവസം കൊണ്ടൊരു മാറ്റം. 10 ദിവസം കഴിഞ്ഞപ്പോ യഥേഷ്ടം എനിക്ക് നടക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു അത്ഭുതകരമായ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോ എനിക്ക് യഥേഷ്ടം നടക്കാൻ മാത്രമല്ല, ഓടാൻ വരെ കിട്ടും. ഞാൻ ഓടിയിട്ടൊക്കെ ബസ്സിൽ കയറാം. അതുപോലെ ഈ സ്റ്റെപ്പൊക്കെ കയറുന്ന വളരെ നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും ഇറങ്ങാനും ഒക്കെ എനിക്ക് യഥേഷ്ടം കഴിയും. അപ്പൊ ഇതിനിടയ്ക്ക് എന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നു. അത് ഞാൻ നോക്കിയിട്ടില്ല, സത്യം ഇന്ന് കിട്ടിയതേ ഉള്ളൂ, ഞാൻ നോക്കിയിട്ടില്ല. ഇംബാലൻസ് ആണ്. എത്രയാണ്? അത് ഞാനത് അപ്പം ബാലൻസ് ആവണമെങ്കിൽ ഇനിയും ഒരു 2-3 ബോട്ടിൽ കഴിക്കണമല്ലോ. ഞാൻ കുറച്ച് കൂടുതൽ കഴിക്കുന്നുണ്ട്, 15 ml വെച്ചാ കഴിക്കും. അത് എൻ്റെ ഒരു തീരുമാനം അനുസരിച്ച് ഞാൻ കഴിച്ചതാണ്. ഇനിയിപ്പം സാറിന് അത് എന്തെങ്കിലും തിരുത്താൻ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. എന്തായാലും സാറ് ഒരു 4 മാസം ഇങ്ങനെ പോട്ടെ, അതിനുശേഷം നമുക്ക് സെക്കൻഡ് ടെസ്റ്റ് വന്ന് അത് നോർമൽ ആയതിനു ശേഷം നമുക്ക് ഡോസ് കുറയ്ക്കാം. എന്തായാലും ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇസ്കീമിക് കണ്ടീഷനും കൂടി ഉണ്ടല്ലോ നമുക്ക്. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് ഒരു ഒപ്റ്റിമം ഡോസിൽ തന്നെ സാർ കഴിക്കും. ഇതേ എൻ്റെ അനുഭവം കിട്ടിയത് കൊണ്ട് എനിക്ക് ഒരുപാട് കസ്റ്റമർ ഉള്ളതുകൊണ്ട് അവരോടൊക്കെ വിളിച്ചു പറഞ്ഞു. അവരൊക്കെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. പലരും ഇപ്പൊ 3 പേര് ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നൊരു നല്ലൊരു ഗ്രൂപ്പിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളിലേക്ക് ഇതൊരു സർവീസാണ്. ഞാൻ ഇതിനകത്ത് ഇൻകം അല്ല പ്രതീക്ഷിച്ചത്, ഒരു സർവീസായിട്ട് ജനങ്ങളുടെ ആരോഗ്യം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഉറച്ച തീരുമാനത്തിലാണുള്ളത്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും സഹായവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇത് വാങ്ങിച്ച് എല്ലാവരും ഉപയോഗിക്കണം എന്നുള്ള ഒരു അഡ്വൈസ് ആണ് എനിക്കിപ്പം പറയാനുള്ളത്. തീർച്ചയായിട്ടും സാർ, താങ്ക് യു വളരെയധികം നന്ദി സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തയ്യാറായതിലും. എന്തായാലും ആ ഒരു ബാലൻസ് ഓയിൽ നമ്മളിലേക്ക് എത്തിച്ചേർന്നതിലൊക്കെ ആ ഒരു ദൈവാനുഗ്രഹം നമുക്കുണ്ടായത് ഒക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. എന്തായാലും ആ ഒരു രോഗാവസ്ഥ മറികടക്കാനും ഒക്കെ സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ഞാൻ രാജീവ്, എറണാകുളം. ഞാനപ്പോ എന്റെ സ്റ്റോറി പറയുന്നതിന് മുമ്പ്, ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് പ്രസാദ് ജീനെ കാണാനും അദ്ദേഹത്തെ പരിചയപ്പെടാനും എനിക്ക് കണ്ണൂരിൽ സാധിച്ചു. ഞാൻ എറണാകുളത്ത് കണ്ണൂർ പോയിരുന്നു ആ ഒരു മീറ്റിംഗിൽ. അന്ന് കണ്ട പ്രസാദ് ജീനെ അല്ല ഞാൻ ഇപ്പൊ കാണുമ്പോ, മുഖമൊക്കെ കാണുമ്പോ. കാരണം അദ്ദേഹത്തിന്റെ മൂവ്മെന്റിലുള്ള മാറ്റമൊക്കെ അന്ന് പറഞ്ഞു. 2nd ഫ്ലോറിലേക്ക് അദ്ദേഹം റൂമിലേക്കൊക്കെ വരികയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം നടന്ന്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ സ്റ്റോറി പറയുമ്പോൾ ഇതിനേക്കാളും വലിയ വണ്ടറാണ് പ്രസാദ് ജി രാജീവിനും ഉള്ളത്. ഓരോരുത്തർക്കും അതുപോലെ ഇതുണ്ട്. എനിക്ക് ഈ മിസ്റ്റർ ഷാജി സാറിനെ കൂടെയൊക്കെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒരു 8-9 മാസം മുമ്പ് പരിചയപ്പെട്ടത്. എന്റെ ടെസ്റ്റ് ആദ്യം എടുത്ത് ഷാജി സാറൊക്കെ തന്നെയായിരുന്നു. ഞാനൊരു കാർഡിയക് കഴിഞ്ഞ ഒരു ഓപ്പൺ സർജറി കഴിഞ്ഞ ആളാണ് ഇയേഴ്സ് ബിഫോർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒട്ടേറെ മെഡിസിൻസ് ഞാൻ ലൈഫ് ടൈം കഴിക്കുന്ന ആളാണ്. എക്കോസ്പിരിനും പിന്നെ ഡയബറ്റിക്കിനും എനിക്ക് ഒട്ടേറെ മെഡിസിൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ദൈവാധീനം കൊണ്ട് ഗ്രാജുവലി ഡോക്ടറുടെ എന്താ പറയാ അപ്രൂവലോട് കൂടി തന്നെ ഗ്രാജുവലി കുറയ്ക്കാനും, ഇപ്പോ ഈ പറയുന്ന സിനോബയോട്ടിക് വിത്ത് നമ്മുടെ ഈ ഓയിൽ, സിനോബയോട്ടിക് കഴിച്ചു തുടങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടുണ്ട്. എനിക്ക് വളരെയധികം നല്ലൊരു റിസൾട്ടാണ് സിനോബയോട്ടിക് കഴിച്ചു തുടങ്ങിയിട്ട് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ട്, കുടുംബമായിട്ട് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ എല്ലാവർക്കും പ്രസാദ് ജിയുടെ ആ ടെസ്റ്റിമണി കേട്ടപ്പോൾ തന്നെ, അത് 45 ഇയേഴ്സ് ഈ ഫാർമ അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോളിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് ശരീരവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഡോക്ടറൊക്കെ ഇതിന് ഒരു സ്റ്റോറി പറഞ്ഞപ്പോ ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി
ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് നല്ല ആഗ്രഹം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു രാജീവ് സർ, താങ്ക് യു. ഓക്കെ. നമുക്ക് ഈ സിനോബയോട്ടിക് ഈ മാസം മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സിനോബയോട്ടിക് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്, കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സിനോബയോട്ടിക്കും ബാലൻസ് ഓയിലും ഒരുമിച്ച് കഴിച്ച് അതിന്റെ ഒരു റിസൾട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ട്? എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട് അതെന്താണ് ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നതിനായിട്ട്. Want to share that. യെസ്, Yeah. Balance oil. യെസ്. Can you turn on your video, please? Outside. Yeah. Okay, just a minute. Let me try. Yes, Ashwini. Yeah. See, I'm taking balance oil for the past 7 to 8 months. And then Xenobiotic, I started from December. Okay. And after that, what I'm experiencing is I had this immediate weight gain last year, some 10 kilos, because of hormonal imbalance and all. Okay. So, and also I was finding it very difficult. Even if I do something, some exercises or walking or something, the weight was not getting reduced. And then I started with Xenobiotic. So what I have noticed in the past 1 month is I have reduced some 5 kilos minimum. Wow. So it is basically weight loss is not the goal, but weight loss is an added advantage, the byproduct of hormonal imbalance correction. Matlab, endocrinal issues is getting resolved. It seems it has started to do that. Yeah. And also bloating is somewhat, I'm experiencing lesser bloating these days. Okay. So that is one thing. And yeah, those two things are really amazing for me, because since I was struggling for weight loss, as Dr. Collinson says, like this, we don't position this as a weight loss product, but still when you take this, weight loss is automatically going to happen. Yeah. So that is what I'm experiencing. So yeah. So what about your energy levels and post meal sugar spikes or something like that? Have you experienced any post changes in that? meal sugar spikes, what I can say is I usually take some 10-15 minutes walk soon after I eat. Okay, yeah, great. So that way it helps me, but otherwise, yeah, energy levels after balance oil only I was experiencing it. Okay. That the energy dip was gone. Like I used to be like kind of some laziness or tiredness even to work during the daytime. So that was reduced with balance oil only. Oh, great. Yeah. Thank you. Okay. So thank you so much, Ashwini, for sharing your amazing experience. It is so happy, to listen stories like this, to know that, people are getting amazing results. So now anybody else, ആർക്കെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്? രാജ് സാറേ, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ് എനിക്ക്. നമ്മുടെ കൊല്ലം വസന്തകുമാരി എന്ന പേര്, കൊല്ലം. ഞാന് നമ്മുടെ കൊല്ലം പ്രോഗ്രാമുമായിട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എനിക്ക് തലയ്ക്കൊക്കെ, എനിക്ക് ഹസ്ബൻഡിനും കുറച്ച് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റ്, ഹോൾ ബോഡി ചെക്കപ്പ് എല്ലാം നമ്മുടെ മെഡിട്രീന ഹോസ്പിറ്റൽ കൊല്ലത്ത് നടത്തുകയുണ്ടായി. ഫുൾ ബോഡി ചെക്കപ്പ്, അതുപോലെ തന്നെ ECG, നമ്മുടെ സ്കാന്, CT സ്കാന്, ഇതെല്ലാം നമ്മൾ നടത്തിയപ്പോഴ് എന്റെ ബോഡിക്കകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല, ഈ ഏജില് ഏറ്റവും നല്ല ഒരു റിസൾട്ട്. കാരണം ബ്ലഡ് കംപ്ലീറ്റ്, ഒരുപാട് ബ്ലഡ് എന്റെ ബോഡിയിൽ നിന്ന് പോയിരുന്നു. എനിക്ക് ഈ ബാലൻസ് ഓയിൽ കഴിക്കുന്നതിന് മുമ്പ് എന്റെ HB ലെവൽ 10-ൽ താഴെയായിരുന്നു എപ്പോഴും. 6.5 ഒക്കെ ആയിരുന്നു അതിന് മുമ്പ് പലപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാന് ഒരുപാട് അതിന് അയൺ സപ്ലിമെന്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് എന്നിട്ടും അധികം ഒരു ചേഞ്ച് വരാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബ്ലഡ് ഇത്രയും പോയിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ശരിക്കും HB ഒക്കെ വളരെ വളരെ കുറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. കാരണം എന്റെ ഡ്രസ്സ് മുഴുവനും ബ്ലഡിലായിരുന്നു ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ. എന്നിട്ടും എനിക്ക് 13.5 ആയിരുന്നു എന്റെ HB ലെവല്. പിന്നെ അതുകൂടാതെ എനിക്കുള്ള കൊളസ്ട്രോൾ ലെവൽ, മറ്റ് എല്ലാ ടെസ്റ്റുകളും
നോർമൽ ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ എന്നെ ചോദിച്ചിട്ട് ഇത്രയും നല്ലൊരു റിസൾട്ട് ഏതിനെങ്കിലും മെഡിസിൻ എടുക്കുന്നോ എന്തെങ്കിലും എടുക്കുന്നോ എന്ന് ചോദിച്ചാൽ എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് ആ ഡോക്ടർ എന്റെ റിസൾട്ട് കണ്ടിട്ട് ഞാൻ MRI സ്കാൻ അടക്കം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞില്ല, ഞാൻ ടാബ്ലറ്റ് ഒന്നും എടുക്കുന്ന ആളല്ല, അലോപ്പതി മെഡിസിൻ ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാനൊരു 8 മാസം കൊണ്ട് ബാലൻസ് ഓയിൽ കഴിക്കുന്നു. നമുക്ക് സ്വീഡനിൽ ഞാൻ പോയി ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ കാണാൻ എനിക്കിടയായി. അപ്പോഴും ഞാൻ അവിടുന്ന് 2 ഗട്ട് ഹെൽത്ത് എനിക്ക് കിട്ടിയിരുന്നു. നമ്മുടെ സിനോബയോട്ടിക് ഞാൻ അത് ഉപയോഗിച്ചു. അതിനുശേഷം എനിക്കാണ് ആദ്യമായിട്ട് കേരളത്തിൽ സിനോബയോട്ടിക് കിട്ടിയത്. കിട്ടിയ ദിവസം തൊട്ട് ഞാനും എന്റെ ഹസ്ബൻഡും ഉപയോഗിക്കാൻ തുടങ്ങി. അതില് നല്ല ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ഗട്ടിനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും നമുക്ക് നല്ല ഒരു ബോഡിക്ക് തന്നെ ഒരു പ്രത്യേകമായ ഒരു എനർജി ലെവൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനി അത് വരും ദിവസങ്ങളിൽ ഏതാണ്ട് ഇപ്പം ഒരു 1 മന്ത് തൊട്ട് നേരത്തെ 2 മന്ത് ഏതാണ്ട് 3 മന്ത് ഇപ്പം ആക്ച്വലി ഞാൻ ഗട്ട് ഹെൽത്തും നമ്മുടെ സിനോബയോട്ടിക്കും അതുപോലെ തന്നെ ബാലൻസ് ഓയിൽ ഉപയോഗിച്ചു. അതുപോലെ തന്നെ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഞാൻ 4 വർഷം കൊണ്ട് ഒരു നമ്മുടെ omega-3 സപ്ലിമെന്റ് കഴിക്കുന്ന ഒരു കമ്പനിയുടെ കഴിച്ചുകൊണ്ടിരുന്ന ആളാ. പക്ഷെ എന്റെ ടെസ്റ്റിന്റെ ആദ്യത്തെ റിസൾട്ട് 9:1 ആയിരുന്നു. അത് ഇപ്പൊ രണ്ടാമത്തെ ഞാൻ റീടെസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ ടെസ്റ്റ് ഞാൻ ഓസ്ലോയിലെ ഈ പിറ്റ അനലറ്റിക് ലാബിൽ വെച്ചാണ് എന്റെ രണ്ടാമത്തെ ടെസ്റ്റ് ഞാൻ നടത്തിയത്. എന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 3:1 ആയിരുന്നു എന്റെ റിസൾട്ട്. വീണ്ടും ഞാൻ ഇനി 4 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോവുക. അപ്പോഴെനിക്ക് തന്നെ അറിയാം എന്റെ ബോഡി 1:1 ആകുന്നു എന്ന് നമ്മുടെ ബോഡി തന്നെ ഒരു ഡോക്ടറായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. നല്ല റിസൾട്ട് ഇത് അനേക വ്യക്തികളിലേക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 100-ലധികം പേരിലേക്ക് എനിക്ക് ഈ നമ്മുടെ ബാലൻസ് ഓയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ സിനോബയോട്ടിക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ അമേസിംഗ് റിസൾട്ട് ആണ് എനിക്ക് കൊടുത്ത വ്യക്തികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കുള്ള റിസൾട്ട് എന്റെ മക്കള് 2 പേരും വിദേശത്തെ ഡോക്ടേഴ്സ് ആണ്, അവരും ഇത് ഉപയോഗിക്കുന്നു. അപ്പോഴേ എന്റെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ എനർജി ലെവല് നമുക്ക് വർദ്ധിക്കുന്നതായിട്ടും നമ്മുടെ മെമ്മറിക്ക് നല്ല ഒരു മാറ്റം. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും യൂറിൻ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴും യൂറിൻ പോകുന്ന ഒരവസ്ഥ, ഡയബറ്റിക് ഇല്ലെങ്കിലും അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് മാറാൻ ഉള്ള ഒരു സാഹചര്യം ഇത് ഉപയോഗിച്ചത് വഴി എനിക്ക് ഒരു റിസൾട്ടിലേക്ക് പോകാൻ പറ്റി. എന്റെ ഹസ്ബൻഡിന്റെ ശരീരത്തിലൊക്കെ തേമല് പോലുള്ള ഒരു അടയാളം ദേഹം മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെ വൈറ്റമിൻ D3 കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞ് ഞങ്ങള് അതും വൈറ്റമിൻ D3 3 വർഷം കൊണ്ട് കഴിച്ചു, പോയില്ല. പക്ഷെ ഇത് 1 മന്ത് കൊണ്ട് ഇത് നമ്മുടെ ബാലൻസ് ഓയില് കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ശരീരത്തിലെ നമ്മുടെ തേമലെന്നാണ് ഇവിടെ പറയുന്നത്, പൂർണ്ണമായിട്ട് മാറി. അതുപോലെ തന്നെ നഖത്തിനൊക്കെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ, അത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിഞ്ഞു. അതുപോലെ ഡയബറ്റിക്കിന്റെ അളവ് നോർമൽ ലെവലിലേക്ക് ടാബ്ലറ്റ് ഇല്ല, അത് 248 ആയിരുന്നു ഞങ്ങൾ ഈ ബാലൻസ് ഓയിൽ എടുക്കുമ്പോൾ ഡയബറ്റിക്കിന്റെ ഒരു ലെവല്. അത് ഇപ്പോൾ നോർമൽ ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞു. അതുപോലെ HbA1c-യുടെ ലെവല് 5 എത്താൻ കഴിഞ്ഞു. എനിക്ക് 4.5 ആണ് എന്റെ ലെവല് തന്നെ. അപ്പോഴ് നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് നല്ല ഒരു മാറ്റം ഞങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അല്ല ഈ ആക്സിഡന്റ് സമയത്തൊക്കെ ഞങ്ങൾ ഇത്രയും ഇതായിട്ട് നിൽക്കത്തില്ല. അത്രയും നമുക്ക് റിസൾട്ട് ആയിരുന്നു ഇത് ഉപയോഗിച്ചത് കൊണ്ട്. മൈൻഡിന് തന്നെ നമുക്ക് നല്ല ഒരു ചേഞ്ച് വരുത്താൻ കഴിഞ്ഞു. ഇന്നത്തെ ഷാജി സാറിന്റെ ക്ലാസ് വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാ വ്യക്തികൾക്കും ഇത് നന്നായിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ക്ലാരിറ്റിയോടെയുള്ള ക്ലാസ് എടുത്ത സാറിന് പ്ലാറ്റ്ഫോമിലെ എല്ലാ വ്യക്തികൾക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയത്തിലേക്ക് കടക്കുവാണ്. ആകെ ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷാജി സാറേ, ആ ഡൗട്ട് ഇല്ലെങ്കിൽ ക്ലോസിങ്ങിന് ഡോക്ടർ കമറു സാറ് ലൈനിൽ കണ്ടു. ക്ലോസിങ്ങിന് വേണ്ടി ഡോക്ടറെ വിളിച്ചാൽ നന്നായിരുന്നു, ഡൗട്ടുകൾ ഇല്ലെങ്കിൽ. താങ്ക് യു. ഡോക്ടർ ലൈനിലുണ്ടോ? കമറുദ്ദീൻ സാറ്
ഉണ്ട്. കണ്ടു. ഡോക്ടർ കമർ സർ, ഐദർ ഓക്കെ, ഹീസ് ഇൻ ട്രെയിൻ. ഓക്കെ ഓക്കെ ഡോക്ടറെ, നോ പ്രോബ്ലം. അപ്പൊ എന്തായാലും നമുക്ക് വേറെ ആർക്കും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഫ്രണ്ട്സ്, നമ്മള് ഇന്നിപ്പോ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇത് വെറുതെ ഒരു കേവലം ഒരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങളോ മറ്റോ അല്ല. മറിച്ച് നമ്മൾ ഇന്ന് ഓക്കെ, ക്യാൻ സാറ് യു ഓക്കെ കമറുദ്ദീൻ സാറുണ്ട്. ഡോക്ടർക്ക് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണോ ഡോക്ടറെ? കമർ സാർ, ഇല്ല, ഡോക്ടർ ട്രെയിനിലാണെന്ന് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ഓക്കെ ഡിസ്റ്റർബ് ചെയ്യാം. ഓക്കെ ഡിസ്റ്റർബ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് വി ആർ ടോക്കിംഗ് അബൌട്ട് സയൻസ്. നമ്മള് ഇന്നിപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിതെല്ലാം വളരെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാണ്. ഒന്ന്, ദ ലാംഗ്വേജ് ഓഫ് സെൽസ്. നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്നത് ലക്ഷണങ്ങളിലൂടെ മാത്രമല്ല, ഓക്കെ, വേദനകളോ അല്ലെങ്കിൽ ക്ഷീണത്തിലൂടെ മാത്രമല്ല. നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ബ്ലഡിലൂടെയാണ്, ശരീരത്തിലെ രക്തത്തിലെ ഓരോ തുള്ളികളിലൂടെയുമാണ്. അതായത് ഒരു ബാലൻസ് ടെസ്റ്റിലൂടെ നമ്മുടെ ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് എന്ന സത്യം, നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സത്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും 20:1, 25:1, 30:1, 40:1, ഈവൻ 120:1 എന്നൊക്കെ പറയുന്ന വളരെ അപകടകരമായ അവസ്ഥയിലാണ്. അതിൽ നിന്ന് നമുക്കൊരു 3:1 എന്ന ഒരു സുരക്ഷിതമായ അവസ്ഥയിലേക്ക് മാറുക എന്നത് നമുക്കൊരു ലക്ഷറി അല്ല, അതൊരു ആഡംബര കാര്യമല്ല. മറിച്ച് നമ്മുടെ അതിജീവിതത്തിന് സർവൈവൽ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണ് എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഇൻവെസ്റ്റ്മെന്റ് വേഴ്സസ് എക്സ്പെൻസ്. ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ചെലവാക്കുന്ന ഓരോ രൂപയും അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കാരണം നാളെ ഒരു രോഗം വന്നതിന് ശേഷം ആശുപത്രികളിൽ നമ്മൾ നൽകേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസസ് ആണ്, ലയബിലിറ്റിയാണ്. ഒരു പക്ഷേ ആ ഒരു ആയുഷ്കാലം മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം പോലും നമുക്കതൊരു പക്ഷെ തികയാതെ വന്നേക്കാം. ഇപ്പൊ സിൻസിനോ ഹെൽത്ത് പ്രോട്ടോകോൾ എന്നത് അതൊരു കേവലം നമുക്കതൊരു എക്സ്പെൻസ് അല്ല യഥാർത്ഥത്തിൽ, മറിച്ച് വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും നമ്മുടെ ശാരീരിക ആ തളർച്ചകളിൽ നിന്നും ആ രോഗങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു ഷെയർ വിത്ത് യു. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, 120 ദിവസത്തെ സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ. അതായത് ഈ ഒരു ഹെൽത്ത് പ്രോട്ടോകോൾ നമ്മൾ ഒരു 120 ദിവസം പിന്തുടരാൻ പറയുന്നത് അതിന് പിന്നില് ജൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാരണമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് നമുക്കറിയാം RBC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്ലഡിനകത്ത് രക്തകോശങ്ങൾ, റെഡ് ബ്ലഡ് സെൽസ്. ഇത് പൂർണ്ണമായും പുതുക്കപ്പെടാൻ എടുക്കുന്ന സമയമാണ് 120 ദിവസം. അതുകൊണ്ട് തന്നെ ഒരു രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ രക്തത്തില് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റം അത് വെറും വാക്കുകളോ ഒരു റിപ്പോർട്ട് കൊണ്ടോ അല്ല, അതൊരു പ്രൂഫ് ആയിട്ടാണ് വരുന്നത്. നമ്മളിവിടെ സെൻസിനോ നമുക്കൊരു പ്രോമിസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങളോ ഒന്നുമല്ല നൽകുന്നത്. ഇത് ഇത് ഡാറ്റയാണ്, പ്രൂഫാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടാതെ നമ്മുടെ ഒരു വർത്തമാന കാലത്ത് ശരിയായ തീരുമാനം എടുക്കുന്ന ഒരാളാണ് ഏറ്റവും ബുദ്ധിമാനായ ഒരാള് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന എന്താണ്, ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു മരുന്നുകൾ ഭക്ഷണമായി മാറുന്ന ഒരു കാലം ഉണ്ടാകാതെ, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ നമ്മുടെ ഭക്ഷണത്തെ മരുന്നായിട്ട് മാറ്റാൻ നമ്മൾ തയ്യാറാവുക. ഇന്ന് ഈ സെഷനിൽ പങ്കെടുത്ത ഓരോരുത്തരും, ഇത് ടെസ്റ്റ് എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ടെസ്റ്റ് എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ടെസ്റ്റ്, ഗട്ട് ഹെൽത്ത് ടെസ്റ്റ്, അതുപോലെ ഹോമ IR പോലെയുള്ള ടെസ്റ്റുകൾ ഇതൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാര്യം നമുക്ക് ഒരു വിശ്വാസത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ഊഹത്തിന്റെ മുകളിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ അവസാനിപ്പിക്കാം. നമുക്ക് സയൻസ് ഇന്ന് വളരെയധികം അഡ്വാൻസ്ഡ് ആണ്, സയൻസിനെ തന്നെ നമുക്ക് പിന്തുടരാം. എന്തായാലും ഇന്ന് ഈ ടീമിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്നത്തെ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ആരോഗ്യകരമായ നാളെയുടെ തുടക്കം ഇന്ന് ഈ നിമിഷം മുതൽ തുടങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.
Wish you all the best. See you next week, same time. Okay, thank Thank you. you. Thank you. Thank you, sir. Thank you. Thank Thank you, you, sir. sir. Thank you. Thank you. Thank Good you. Thank you. night, Thank you. everybody.